നമ്മുടെ ധ്യാനത്തിനായിട്ട് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം ഈ സമയത്ത് വായിക്കുന്നു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഇന്ന് സഭയായിട്ട് തൃത്വ ഞായറായിട്ട് കൊണ്ടാടുകയാണ്. ത്രിയേക ദൈവത്തിലൂടെ വെളിപ്പെട്ടതായ ആ ദൈവ സ്നേഹത്തിൻ്റെ മാഹാത്മ്യം കൂടുതലായിട്ട് മനസ്സിലാക്കാനുള്ള ഒരവസരമായിട്ടാണ് അത് നാം കാണുന്നത്. സഭയെ സംബന്ധിച്ച് തൃത്വ ഉപദേശം വളരെ ശ്രദ്ധേയമാണ്. പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് എന്ന ത്രിയേക ദൈവത്തിലുള്ള വിശ്വാസം, ഇത് കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് നാം വളരെ ശ്രദ്ധയോടുകൂടെ പരിശ്രമിക്കുമ്പോൾ ഇതെന്താണ് എന്നുള്ള ചോദ്യം പലപ്പോഴും നമ്മുടെ മനസ്സിൽ ഉയരാറുണ്ട്. ദൈവം ഒരുവനാണ്, എന്നാൽ 3 രൂപത്തിൽ എങ്ങനെ അത് കാണാൻ സാധിക്കും, മനസ്സിലാക്കാൻ സാധിക്കും? അതുകൊണ്ട് ഇന്ന് തൃത്വ ഞായറായിട്ട് കൊണ്ടാടുമ്പോൾ ഈ ദൈവത്തിൻ്റെ ഉണ്മ എന്ത് എന്ന് മനസ്സിലാക്കുവാനും അല്പമെങ്കിലും അത് നമ്മുടെ ബോധത്തിൻ്റെ കണ്ണുകളിലൂടെ ദർശിപ്പാനും ഇടയാകുന്ന ഒരവസരമായി മാറണം എന്നുള്ളതാണ് നമ്മുടെ താല്പര്യം. ഭാരത സംസ്കാരത്തിൽ പ്രത്യേകിച്ച് ബ്രഹ്മ വിഷ്ണു മഹേശ്വർ എന്നുള്ളതായ ആ ഒരു ചിന്ത, 3 ദൈവങ്ങൾ ഒരുമിച്ച് സൃഷ്ടി സ്ഥിതി സംഹാരം അതിൻ്റെ പ്രവർത്തനം നിർവഹിക്കുന്നു എന്നുള്ളതായ ചിന്ത നമ്മുടെ മനസ്സിൽ പലപ്പോഴും വരാറുണ്ട്. ക്രൈസ്തവ വിശ്വാസത്തിൽ പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവ് ദൈവം, അവിടെ സൃഷ്ടി, വീണ്ടെടുപ്പ്, പുതുക്കം, അതിൻ്റെ സാധ്യതയാണ് നമ്മൾ കാണുന്നത്. സൃഷ്ടാവായ ദൈവം, മനുഷ്യജാതിയെ വീണ്ടെടുക്കുന്നതായ ദൈവം, പുതിയ ജീവൻ നൽകി പുതിയ അനുഭവത്തിലേക്ക് നയിക്കുന്നതായ ശക്തിയായിട്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ മുന്നിലുണ്ട് എന്ന് നാം കാണുന്നുണ്ട്. അതുകൊണ്ട് ഒരു സംഹാര താണ്ഡവത്തിലൂടെ സകലയും നശിപ്പിക്കുന്ന ഒരു ദൈവ സങ്കല്പമല്ല, പിന്നെയോ തൻ്റെ സ്വന്തം ജീവൻ നൽകി വീണ്ടെടുക്കുന്നതായ ദൈവത്തിൻ്റെ ഇടപെടലാണ്. ഈ വീണ്ടെടുത്തതായ സൃഷ്ടിയെ പുനഃസൃഷ്ടി ചെയ്ത് മുന്നോട്ട് നയിക്കുന്നതായ ദൈവാത്മാവിൻ്റെ ഇടപെടലാണ് എന്ന് വ്യക്തമായിട്ട് നാം മനസ്സിലാക്കുന്നുണ്ട്. ഈ തൃത്വ ഉപദേശത്തെ വെളിപ്പെടുത്തി തന്നതായ മുഖാന്തരങ്ങൾ വേദപുസ്തകങ്ങളിൽ ധാരാളം നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ യേശു ക്രിസ്തുവിൻ്റെ യോഹന്നാൻ സ്നാപകനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സാഹചര്യത്തിൽ യോഹന്നാൻ സ്നാനം ഏൽക്കുവാൻ വരുന്നതായ സന്ദർഭത്തിൽ പിതാവിൻ്റെ ശബ്ദം അവിടെ ഉണ്ടാകുന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നത് പറയുന്നതായ ദൈവിക ശബ്ദം അവിടെ കേൾക്കുന്നുണ്ട്. ആത്മാവ് പ്രാവ് പോലെ ഇറങ്ങി അവൻ്റെ മേൽ ആവസിച്ചു എന്ന് കാണുന്നുണ്ട്. തൃത്വത്തിൻ്റെ ഒരു പ്രത്യേക വെളിപ്പെടുത്തൽ അവിടെ നമ്മൾ കാണുന്നുണ്ട്. പിതാവ്, ഈ പുത്രൻ ആര് എന്ന് പിതാവ് പറയുന്നതായ സാഹചര്യം പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിലൂടെ അത് മനസ്സിലാക്കുന്നതായ ആ ഒരു അവസ്ഥ. അതുകൊണ്ട് വേദപുസ്തകത്തിൽ വളരെ ശ്രദ്ധേയമായിട്ട് നമുക്ക് കാണുന്ന ഒരു ചിന്ത, പിതാവ് പുത്രനെ വെളിപ്പെടുത്തുന്നു, പുത്രൻ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും വെളിപ്പെടുത്തി നമുക്ക് കാട്ടിത്തരുന്നു. പരിശുദ്ധാത്മാവ് പിതാവിൻ്റെയും പുത്രൻ്റെയും പ്രവർത്തനത്തെ തുടർന്ന് മുന്നോട്ട് നയിപ്പാനായിട്ട് ലോകത്തിൽ ആവസിച്ച് നമ്മെ ശക്തീകരിക്കുന്നു. ഈ ഒരു വലിയ സത്യം ഉൾക്കൊണ്ടുകൊണ്ട്
ഈ തൃത്വ ഉപദേശം എങ്ങനെയാണ് മുന്നോട്ട് നയിക്കാൻ സാധിക്കുന്നത് എന്ന് നാം ചിന്തിക്കുന്നത് നല്ലതാണ്. ഈ തൃത്വത്തെ പറ്റിയുള്ള ഉപദേശത്തിൽ വളരെ ശ്രദ്ധേയമായിട്ട് അതിൻ്റെ ആ ഒരു വെളിപ്പെടുത്തൽ നൽകുന്നത് പൗലോസ് അപ്പോസ്തലനാണ്. പൗലോസ് അപ്പോസ്തലനെ സഭയെ അഭിവാദ്യം ചെയ്യുമ്പോഴും അവർക്ക് ഒരു ആശീർവാദം നൽകുമ്പോഴും എല്ലാം തന്നെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, ഏകപുത്രൻ്റെ കൃപ, പരിശുദ്ധ റൂഹായുടെ സംസർഗം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്നുള്ളതായ ആശീർവാദത്തോടു കൂടിയാണ് നൽകുന്നത്. ഇവിടെ അങ്ങനെ പൗലോസ് അപ്പോസ്തലൻ വളരെ ശക്തമായിട്ട് ഈ തൃത്വ ഉപദേശം കാട്ടി തന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. ഒരുപക്ഷെ ഇന്ന് നാം ഒരുമിച്ച് ചേർന്ന് വരുമ്പോൾ ഈ ദൈവ സാന്നിധ്യമാണ് നമുക്ക് അനുഭവിക്കാൻ ഇടയായിത്തീരുന്നത്. ഇതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ അർത്ഥവത്തായി കാണാൻ സാധിക്കും? ആദിമ പിതാക്കന്മാരിൽ 3-ാം നൂറ്റാണ്ടിലൊക്കെ ജീവിച്ചിരുന്നതായ 354 ഓൺവേർഡ്സ് ജീവിച്ചിരുന്നതായ സെൻറ്റ് ഓഗസ്റ്റിൻ ഓഫ് ഹിപ്പോ, അദ്ദേഹമാണ് പിൽക്കാലത്ത് ഓൺ ദ ട്രിനിറ്റി എന്നുള്ളതായ തൻ്റെ ആ ഒരു ഗ്രന്ഥത്തിലൂടെ തൃത്വ ഉപദേശത്തിൻ്റെ നല്ല ഒരു വിവരണം നമുക്ക് നൽകിയത്. തൃത്വം എന്താണ് എന്ന് വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകം, മറ്റ് പല സിറ്റി ഓഫ് ഗോഡ്, ഇങ്ങനെ പല പുസ്തകങ്ങൾ എഴുതി സഭയ്ക്ക് കൂടുതൽ സഭയെ ശക്തീകരിച്ചു എങ്കിൽ തന്നെയും ഈ തൃത്വ ഉപദേശത്തെ പറ്റിയുള്ളതായ ആ ഒരു പഠിപ്പിക്കുക സെൻറ്റ് ഓഗസ്റ്റിൻ വളരെ ശക്തമായിട്ട് നൽകിയിട്ടുണ്ട്. ഈ തൃത്വ ഉപദേശത്തെ പറ്റി ചിന്തിച്ചുകൊണ്ട് ഓഗസ്റ്റിന് ഒരു കടൽക്കരയിൽ ചെല്ലുന്നതായ ഒരു സംഭവം താൻ സിറിൽ ഓഫ് ജെറുസലേം എന്നുള്ളതായ പിതാവിന് എഴുതിയതായ ഒരു അപ്പോക്രിഫൽ ലെറ്ററിൽ എഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ സെൻറ്റ് ഓഗസ്റ്റിന് പറയുന്നത്, ഞാൻ ഒരു കടലിൻ്റെ കരയിൽ ചെല്ലുമ്പോൾ ഒരു കൊച്ചു കുട്ടി ഒരു കുഴി കുഴിച്ച് അതിൽ ജലം ഈ കക്കയുടെ തോട് കൊണ്ട് കോരി ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കുട്ടിയോട് ചോദിച്ചു, നീ ഇതെന്താണ് ചെയ്യുന്നത്? ഇത് വലിയൊരു സമുദ്രമാണല്ലോ, ഈ വെള്ളമെല്ലാം കൂടെ നീ ഇവിടെ ഒഴിച്ചാൽ ഈ സമുദ്രം ഇല്ലാതെയാകുമോ? ഒരു കുട്ടി ചോദിക്കുന്നൊരു ചോദ്യം, ഓഗസ്റ്റിൻ, ഡു യു നോ വാട്ട് യു ആർ ഡൂയിങ്? ആർ യു ഏബിൾ ടു കണ്ടെയ്ൻ ദ ഹോൾ സീ ഇൻ എ ജാർ? നീ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? തത്വത്തെ പറ്റിയുള്ളതായ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതായ ഓഗസ്റ്റിനാണ് ചോദിക്കുന്നത്. ഈ കുട്ടി ചോദിക്കുന്ന ചോദ്യം ആണ് ആയിട്ട് പറയുന്നത്, നീ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രവർത്തിക്കുന്നത്? ഈ സമുദ്രത്തെ മുഴുവനും ഒരു ജാറിനകത്താക്കി നിർത്താൻ നമുക്ക് സാധിക്കുമോ? ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ കുട്ടി അവിടുന്ന് അപ്രത്യക്ഷമായി എന്നാണ് ആ എഴുത്തിൽ ഓഗസ്റ്റിന് സിറിൽ ഓഫ് ജെറുസലേമിന് എഴുതുമ്പോൾ പറയുന്നത്. അവിടെ തൻ്റെ ചിന്താമണ്ഡലങ്ങൾ മാറി മറിയുകയാണ്. വി cannot contain through human thinking what Trinity is. തൃത്വം എന്ത് എന്ന് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കി അത് ഉൾക്കൊള്ളുവാനായിട്ട് നമ്മുടെ ബോധം, നമ്മുടെ ചിന്താധാര മതിയായതല്ല എന്നുള്ള ആ ഒരു ബോധ്യം തനിക്കുണ്ടാകുകയാണ്. എന്നാൽ ദൈവം ആരാണ് എന്ന് കുറെയെങ്കിലും മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ സഹായിക്കുന്നത് ഈ ദൈവത്തിൻ്റെ വെളിപ്പെടുത്തൽ വേദപുസ്തകത്തിലൂടെ നമുക്ക് ലഭിച്ചതായ സത്യങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെയാണ്. ഇവിടെയാണ് ഇന്ന് നിക്കോദിമോസും യേശുവുമായിട്ടുള്ളതായ ഒരു സംവാദത്തിൻ്റെ പ്രത്യേകത നാം കാണുന്നത്. നിക്കോദിമോസ് രാത്രിയിൽ വന്നിട്ട് യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട്, നീ ദൈവത്തിൻ്റെ ഉപദേഷ്ടാവായിട്ട് ഇവിടെ വന്നിരിക്കുന്നു എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ദൈവം നിന്നോട് കൂടെ ഇല്ലെങ്കിൽ ഈ ചെയ്യുന്ന അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനെ പ്രശംസിക്കുന്നതായ നിക്കോദീമോസാണ്. ഇവിടെ യേശു പറയുന്നത്, ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നീ പുതുതായി ജനിച്ചില്ല എങ്കിൽ
ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. നിക്കോദിമോസ് അവനോട് മനുഷ്യൻ വൃദ്ധനായ ശേഷം എങ്ങനെയാണ് ജനിക്കുന്നത്, രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജയിക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്നതായ ചോദ്യമുണ്ട്. അപ്പോൾ പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയുകയില്ല. ആ ഒരു ചർച്ച സംവാദം മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് എവിടെയാണ് ആത്മാവ്, എവിടെയാണ് പുത്രൻ, എവിടെയാണ് ദൈവസ്നേഹം, ഇത് വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നത്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിൽ ഇരിക്കുന്നവനായി മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല എന്ന് യേശു അവിടെ പറയുന്നു. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു എന്ന് വ്യക്തമാക്കി കൊടുക്കുന്നു. അതിനുശേഷമാണ് പറയുന്നത്, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഇവിടെ ദൈവാത്മാവിനെ കുറിച്ചുള്ളതായ പരാമർശമുണ്ട്. ആത്മാവ് എവിടെ നിന്ന് വരുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ല, എവിടേക്ക് പോകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ല. എന്നാൽ ആത്മാവ് രൂപാന്തര ശക്തിയായിട്ട് നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ട്. ഈ സത്യം വെളിപ്പെടുത്തുന്നുണ്ട്. മരുഭൂമിയിൽ ഉയർത്തപ്പെടേണ്ടതായ ദൈവപുത്രനാണ് ഇവൻ. ഇവൻ വീണ്ടെടുക്കുന്നതായ ദൈവമാണ്. യേശു തന്നെക്കുറിച്ച് തന്നെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആരാണ് ദൈവപുത്രൻ? മൂന്നാമത്, പിതാവിൻ്റെ സ്നേഹമാണ് ഇതെല്ലാം സാധ്യമാക്കിയിരിക്കുന്നത് എന്നുള്ള ചിന്ത വളരെ വ്യക്തമായിട്ട് അവിടെ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് ഈ തൃത്വ ഉപദേശത്തെ പറ്റിയുള്ളതായ നല്ല ഒരു വിവരണമാണ് ഈ നിക്കോദിമോസിനുള്ളതായ യേശുവിൻ്റെ സംഭാഷണത്തിലെ ചർച്ചയിലെ ഒക്കെ നാം കാണുന്നത്. നമ്മെ എല്ലായ്പ്പോഴും പുതുക്കിക്കൊണ്ടിരിക്കുന്നതായ ദൈവാത്മാവ്, വീണ്ടെടുത്ത് നമ്മെ രക്ഷിക്കുന്നതായ യേശു ക്രിസ്തു, എപ്പോഴും നമ്മെ സ്നേഹിക്കുന്നതായ ദൈവസ്നേഹം. അതുകൊണ്ട് തൃത്വത്തെപ്പറ്റി പറയുമ്പോൾ ഞാൻ ഇന്ന് 3 ഭാവങ്ങളാണ് അതിനെപ്പറ്റി പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ട്രിനിറ്റി എ സിംബൽ ഓഫ് ഡിവൈൻ ഫെലോഷിപ്പ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ദ ഫെലോഷിപ്പ് ഇൻ ലൈഫ്, ഫെലോഷിപ്പ് ഇൻ വർക്ക്. അവിടെ സൃഷ്ടിയുടെ ആരംഭം മുതൽ ഈ തൃത്വത്തിൻ്റെ സാന്നിധ്യം നമ്മൾ കാണുന്നുണ്ട്. വെളിച്ചം ഉണ്ടാകട്ടെ, ആ വെളിച്ചം ഉണ്ടാകുന്നത് പറയുമ്പോൾ വെളിച്ചമുണ്ടായി. യേശു പറയുന്നു, ഞാൻ വെളിച്ചമാണ്, ലോകത്തിൻ്റെ വെളിച്ചം, ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നതായ സത്യവെളിച്ചം ഞാനാണ്. അതുകൊണ്ട് ഈ വെളിച്ചം സർവർക്കും നൽകപ്പെട്ടിരിക്കുന്ന ഒന്നാണ് എന്ന് വ്യക്തമായിട്ട് അവിടെ നാം മനസ്സിലാക്കുന്നുണ്ട്. വെള്ളത്തിന്മീതെ പരിവർത്തിച്ചിരുന്നതായ ദൈവാത്മാവിൻ്റെ പ്രവർത്തനത്തെപ്പറ്റി അവിടെ പറയുന്നുണ്ട്. ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു. സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. പിന്നെ അവിടെ ഈ ഒരു കൂട്ടായ ഒരു പ്രവർത്തനം, ഒരു പാരസ്പരികത, പരസ്പരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിൻ്റെ പ്രത്യേകത നമ്മൾ എല്ലായ്പ്പോഴും മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവസാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുക എന്ന് പറയുമ്പോൾ ഈ മനുഷ്യന് രൂപം നൽകുന്നതായ ദൈവം ഈ തൃത്വ സാന്നിധ്യമായിട്ട് നമ്മുടെ മധ്യത്തിൽ എല്ലായ്പ്പോഴും ഉണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. എ സിംബൽ ഓഫ് ഡിവൈൻ ഫെലോഷിപ്പ്, ഒരു കൂട്ടായ്മയുടെ പരസ്പര ബന്ധം നിലനിർത്തുന്നതായ ദൈവ സാന്നിധ്യമായിട്ട് അതിനെ കാണുന്നുണ്ട്. രണ്ടാമത്, ട്രിനിറ്റി ആസ് എ സിംബൽ ഓഫ് ലവ് ഷെയറിങ് എന്ന് നാം കാണുന്നുണ്ട്. സ്നേഹം അത് പങ്കിടുന്നതായ, പകരപ്പെടുന്നതായ ദൈവത്തിൻ്റെ സാന്നിധ്യമായിട്ട്, പ്രവർത്തനമായിട്ട് അതിനെ കാണുന്നുണ്ട്. ദ ലവ് ഓഫ് ഗോഡ് ദ ഫാദർ, ദ ഗ്രേസ് ഓഫ് ദ ഓൺലി ബിഗോട്ടൻ സൺ ആൻഡ് ദ കമ്മ്യൂണിയൻ, ദ അബൈഡിംഗ് പ്രസൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഇത് പറയുമ്പോൾ ഈ സ്നേഹമാണ് ഒരുമിച്ച് പ്രവർത്തിപ്പാനായിട്ട് ഇടയായി തീരുന്നത്. ഇതാണ് യേശു ക്രിസ്തു പറയുന്നത്, എൻ്റെ പിതാവ് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്നുള്ളത്. ദൈവം സൃഷ്ടിയെ സ്നേഹിച്ചു.
ദൈവം മനുഷ്യനെ സ്നേഹിച്ചു, ദൈവം ലോകത്തെ സ്നേഹിക്കുന്നു. ഈ സ്നേഹം നിലനിൽക്കുവാനായിട്ട് ദൈവം എല്ലായ്പ്പോഴും പ്രവർത്തന നിരതനായി നമ്മുടെ മധ്യത്തിൽ ഉണ്ട് എന്ന് നാം വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് സ്നേഹത്തിലൂടെ ഇടപെടുന്നതായ ദൈവം ഓരോ ജീവിതവും ഓരോ പ്രവർത്തനവും ഈ ദൈവിക പദ്ധതിയിൽ ആയിത്തീരണം എന്ന് താല്പര്യപ്പെട്ടിട്ടുണ്ട്. നാം ഒരുമിച്ച് ചേർന്ന് വന്ന് ഈ സെൻറ്റ് പോൾസ് ദേവാലയത്തിൻ്റെ പുനഃപ്രതിഷ്ഠ നിർവഹിക്കുന്ന ഈ വേളയിൽ ഈ ദൈവസ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തലാണ് നാം അനുഭവിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പരസ്പരം സ്നേഹിക്കുവാനും കരുതുവാനും ഇടയാകുന്ന ഒരു സമൂഹമായിട്ട് നാം എല്ലായ്പ്പോഴും ആയിത്തീരണം എന്ന് നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. ട്രിനിറ്റി എ സിംബൽ ഓഫ് ലവ് ഷെയറിങ് എന്ന് നാം മനസ്സിലാക്കുന്നു. മൂന്നാമത് ട്രിനിറ്റി എ സിംബൽ ഓഫ് യൂണിറ്റി, ഒരു ഐക്യത്തിൻ്റെ ആ ഒരു വലിയ ഭാവം ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. വ്യത്യസ്തതകൾ നിറഞ്ഞതായ ഒരു ലോകമാണ് ഈ ലോകം. എന്നാൽ ഈ വ്യത്യസ്തതകൾ നിറയുമ്പോൾ തന്നെ അവിടെ ഒരുമിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുന്നതായ ഒരുമയുടെ ഒരാത്മാവ്, ഒരു പ്രവർത്തനം ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. പലപ്പോഴും യൂണിഫോമിറ്റി അല്ലെങ്കിൽ ഹോമോജിനിറ്റി, ഹൈബ്രിഡിറ്റി ഇതൊക്കെ പറഞ്ഞിട്ട് പല രീതിയിൽ വ്യത്യസ്തതകൾ നിലനിർത്തുവാനുള്ളതായ പരിശ്രമം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ വ്യത്യസ്തതകളുടെ മധ്യത്തിൽ തന്നെയും അവിടെ ഒരു ഐക്യമുണ്ട്, ഒരു പ്രത്യേകതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കണം. അതുകൊണ്ട് ഡൈവേഴ്സിറ്റി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒരു മനുഷ്യൻ മറ്റ് മനുഷ്യനെ പോലെയല്ല, ഒരു വ്യക്തിയുടെ ചിന്ത മറ്റൊരു വ്യക്തിയുടെ ചിന്ത പോലെയല്ല. ഞാൻ പറയുന്നത് പോലെ എല്ലാവരും പറയണം, ഞാൻ ചെയ്യുന്നത് പോലെ എല്ലാവരും ആയിരിക്കണമെന്ന് പറയാൻ സാധ്യമല്ല. മനുഷ്യൻ വ്യത്യസ്തനാണ് എന്ന് നാം വ്യക്തമായിട്ട് നാം അറിയുന്നുണ്ട്. എന്നാൽ ആ വ്യത്യസ്തതയെല്ലാം ഒരുമയുടെ അനുഭവത്തിൽ നിലനിർത്തുന്നത് ദൈവത്തിൻ്റെ ഇടപെടലിലൂടെയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെയാണ് പിതാവിൻ്റെ ഹിതം അറിഞ്ഞ് ചെയ്യുന്നതായ പുത്രനും പിതാവിൻ്റെയും പുത്രൻ്റെയും ഹിതം അറിഞ്ഞ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതായ പരിശുദ്ധാത്മാവിൻ്റെയും ഇടപെടൽ ഈ സൃഷ്ടിയെ പുതുക്കത്തിലേക്ക് നയിക്കുവാൻ സഹായിക്കുന്നത് എന്ന് നാം കാണുന്നുണ്ട്. ഇന്ന് ലോകത്തിൽ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വൈ ഇൻടോളറൻസ്, അസഹിഷ്ണുത എന്തുകൊണ്ട് എന്നുള്ള ഒരു ചോദ്യമാണ്. സഹജീവിയെ ആദരിക്കുവാനോ അംഗീകരിക്കുവാനോ ബഹുമാനിക്കുവാനോ സാധിക്കാത്തതായ ജീവിത സാഹചര്യങ്ങൾ, അവിടെ എങ്ങനെ ഈ ദൈവിക ഭാവം വെളിപ്പെടുത്തുവാൻ സാധിക്കും? അവിടെ എന്നെപ്പോലെ തന്നെ എൻ്റെ അയൽക്കാരനെ കാണുകയും എന്നെപ്പോലെ തന്നെ മറ്റുള്ളവനെ മനസ്സിലാക്കുകയും ഒരു കൂട്ടായ്മ സമൂഹത്തിൽ നാം ആയിരിക്കുമ്പോൾ എൻ്റെ ഏകോദര സഹോദരികളായിട്ട് നാം എല്ലാവരും ആയിരിക്കുന്നുള്ള ബോധത്തിൽ ജീവിക്കുകയും ചെയ്യുന്നതായ ആ ഒരു ദൈവിക അനുഭവം ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ പ്രത്യേകതയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് കീപ്പിംഗ് ദ ഡൈവേഴ്സിറ്റി ആൻഡ് ലിവിങ് ഇൻ യൂണിറ്റി, ഇത് ഇന്നിൻ്റെ ആവശ്യമായിട്ട് നാം മനസ്സിലാക്കുന്നു. ഇത് കാത്തുസൂക്ഷിപ്പാനായിട്ട് നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് സഭയെ പറ്റി പറയുമ്പോൾ ചർച്ച് എ ടെമ്പറൽ എക്കോ ഓഫ് ദ ഇറ്റേണൽ കമ്മ്യൂണിറ്റി, ദൈവം എന്നുള്ളതായ ആ ഒരു ഇറ്റേണൽ കമ്മ്യൂണിറ്റിയുടെ ഈ ലോകത്തിലുള്ളതായൊരു പ്രതിഫലനമായിട്ട്, ഒരു പ്രതിധ്വനിയായിട്ട് ഈ ലോകത്തിൽ സഭയെ നാം കാണുകയാണ്. ഒരു ഭവനമെടുക്കുമ്പോൾ പിതാവ്, മാതാവ്, കുഞ്ഞ് എങ്ങനെയാണ് ഒരുമിച്ച് ജീവിക്കുന്നത്? അവിടെ പിതാവിനൊരു പ്രത്യേകതയുണ്ട്, മാതാവിൻ്റെ പ്രത്യേകതയുണ്ട്, മകന് അല്ലെങ്കിൽ മകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. എല്ലാവരും ഒരുപോലെയല്ല, എല്ലാവരും ഒരുപോലെയാകണമെന്ന് പറഞ്ഞാൽ സാധ്യമാകില്ല. അവിടെ പ്രത്യേക ജീവിത അനുഭവങ്ങൾ, പ്രത്യേക രീതിയിലുള്ള പ്രവർത്തനങ്ങളെല്ലാം ഇത് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഒരുമിച്ച് ആയിരിക്കുമ്പോഴാണ് ഫാമിലി എ റെപ്ലിക്ക ഓഫ് ദ ഡിവൈൻ എന്ന് പറയുവാനായിട്ട് സാധിക്കുന്നത്. ഈ ദൈവത്തിൻ്റെ ആ ഒരു റെപ്ലിക്കയാണ്, പ്രതിഫലനമാണ് എൻ്റെ കുടുംബം എന്ന് പറയുവാൻ സാധിക്കുന്നത്. ഇടവകയെ സംബന്ധിക്കും അത് തന്നെ പറയുവാൻ സാധിക്കണം. സ്വയം വെളിപ്പെടുത്തുകയും മറ്റുള്ളവരുടെ യഥാർത്ഥമായി മനസ്സിലാക്കുകയും ചെയ്യുന്നതായ ദൈവത്തിൻ്റെ ഇടപെടൽ.
ജീവിത സാഹചര്യങ്ങൾ ദൈവത്തോടൊത്ത് ജീവിപ്പാനായിട്ട് ശക്തീകരിക്കുന്നതായ ദൈവം, ഈ ദൈവം നമ്മെ അതിശയകരമായി വഴി നടത്തുന്നു, പരിപാലിക്കുന്നു. ഈ ദൈവത്തോടൊത്ത് ജീവിക്കുന്നതായ ജീവിതം എത്ര ധന്യമാണ്. അതുകൊണ്ട് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, ഏകപുത്രൻ്റെ കൃപ, പരിശുദ്ധ റൂഹായുടെ സംസർഗം, സഹവാസം ഇതനുഭവിച്ചുകൊണ്ട് വിശ്വാസ സമൂഹം മുന്നോട്ട് ജീവിതത്തെ നയിക്കുമ്പോൾ എൻ്റെ ദൈവമേ എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഇതിലുണ്ട് എന്നുള്ളതായ ബോധം നമുക്കാവശ്യമാണ്. ഒന്നിനോട് ചേർന്ന് ഒന്നിനെ വെളിപ്പെടുത്തുന്നതായ, ഒന്നിലൂടെ ഈ സ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ സാധ്യമാക്കുന്നതായ, ഐക്യത്തിൻ്റെ ഭാവം വെളിപ്പെടുത്തുന്നതായ ദൈവ സാന്നിധ്യമായിട്ട് ത്രിയേക ദൈവം നമ്മുടെ മധ്യത്തിൽ, ആ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവിക ബോധത്തിൽ നിലനിന്ന് അനുഗ്രഹകരമായിട്ട് ജീവിപ്പാൻ ദൈവം സഹായിക്കട്ടെ. സെൻറ്റ് പോൾസ് ഇടവക പൗലോസ് അപ്പോസ്തലൻ്റെ ആ വലിയ മാതൃക സ്വീകരിച്ചുകൊണ്ട് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ ആവാസവും സംസർഗവും നിരന്തരം അനുഭവിച്ചുകൊണ്ട് അനുഗ്രഹകരമായിട്ട് ഈ പ്രദേശത്ത് പ്രവർത്തിപ്പാൻ തുടർന്നും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.